ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് മോമോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മോമോസ് നമുക്ക് മൈദമാവും കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കാം. പക്ഷേ ഇച്ചിരി ടേസ്റ്റ് മൈദമാവിലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നിറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് നിറയെ വെജിറ്റബിളൊക്കെ ഇട്ടുള്ള നല്ലൊരു ചിക്കൻ മോമോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 500 ഗ്രാം മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പും ഓയിലും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ നമുക്ക് മാവാക്കി എടുക്കാം. മാവ് ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറമെ ഒരു നുള്ളു ഓയിലൊന്ന് കൈ പുരട്ടിയിട്ട് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അത് മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ എടുത്ത് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ്. ക്യാരറ്റും ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തത്. നമ്മുടെ മക്കൾക്കൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയാണ്. നമുക്ക് ഈ സമയം വെജിറ്റബിളൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. 3 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. നമ്മൾ എല്ലാം വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്യുമ്പോൾ എല്ലാം ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്യാൻ. ഒരു കാബേജിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. കാബേജും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. ഒരു പിടി മല്ലിയില, ഒരു പിടി സ്പ്രിംഗ് ഒനിയൻ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഞാനിപ്പോൾ എടുത്ത ബൗൾ ചെറുതാണ്. ഇങ്ങനെ നമുക്കൊരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. ഇത് ഡാർക്ക് സോയാ സോസ് ആണ്. നമുക്കൊരു 2 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഹോട്ട് ചില്ലി സോസാണ്. അപ്പോൾ ചില്ലി സോസും നമുക്കൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സോയാ സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കനകത്തൊക്കെ ഉപ്പിട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. വെജിറ്റബിളും ചിക്കനും എല്ലാം ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ മോമോസും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പം ചിക്കൻ വേണ്ടാന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള എന്ത് വെജിറ്റബിൾ വെച്ചും നമുക്ക് മോമോസ് ഉണ്ടാക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ബ്രൊക്കോളിയോ മഷ്റൂമോ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. മക്കളുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. മോമോസിൻ്റെ മിക്സ് എല്ലാം ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിളും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മോമോസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈക്ക് ഇങ്ങനെ ഉരുട്ടുമ്പം ഈ ഒരു പരുവം വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ മിക്സ് ആക്കണേ. മാവ് ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം. മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മാവ് കുഴച്ച് വെക്കണേ. എന്നാൽ നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ബോളായിട്ട് എടുക്കാം. ചപ്പാത്തിയേക്കാളും നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിൽ ഇപ്പം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ബോള് പരത്തിയെടുക്കാം. ഒരു സ്വല്പം ഒന്ന് മാവിലൊന്നിങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമുക്കിത് കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാവേ. മാവിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനെ, ഞാനിത് പുട്ടുകുടത്തിൻ്റെ അടപ്പാണ്, അത് വെച്ച് നമുക്കൊന്ന്, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാവ് കട്ട് ചെയ്തെടുക്കാം.
ബാക്കി വരുന്ന മാവ് അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മൂടി വെക്കണേ. തുറന്ന് വെക്കല്ലോ, തുറന്ന് വെച്ചാൽ മാവ് ഉണങ്ങിപ്പോവും. ഇനി നമുക്ക് ഇതിന് ഈ കനവേ പാടുള്ള നമ്മുടെ നല്ല നൈസായിട്ട് നമ്മുടെ വിരൽ കാണാം, അതുപോലെ നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 സ്പൂൺ ഫില്ലിങ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന് നടുക്കോട്ട് വെച്ച് കൊടുക്കാം. മോമോസ് നമ്മൾ ഇത് കവർ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. നമുക്ക് ഈ സാരിയുടെയൊക്കെ ഫ്ലീറ്റ് ഞുറിഞ്ഞെടുക്കുന്ന പോലെ എടുക്കാം. നമുക്കത് പാടാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഇവിടെ എനിക്ക് മക്കളിങ്ങനെ ചെയ്തു തരും. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ ഫില്ലിങ് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഈ ഫോർക്കിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ മോമോസ് ഈ ഷേപ്പ് കിട്ടും. ഞാനിവിടെ അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ വാഴയിലയിലെ ജസ്റ്റ് ചെറുതായിട്ടൊന്നൊരു എണ്ണ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ മോമോസും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബോളും ഇതുപോലെ പരത്തി നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ മോമോസ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ചൂടാറിയിട്ടേ നമ്മൾ സെർവ് ചെയ്യാവുള്ളൂ, ചൂടോടുകൂടി പറ്റത്തില്ലേ. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതിന് കൂടെ നമ്മുടെ മക്കളെയും കൂടെ കൂട്ടുവാണെങ്കിൽ അവർക്കൊരു സന്തോഷമാകും, നമുക്ക് പണി എളുപ്പമാകും. നമ്മുടെ മോമോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ മക്കളാണ് ഇത് ഷേപ്പാക്കി എല്ലാം തന്നത്, അതൊരു സന്തോഷം. ഇനി നമുക്ക് ഇതിനൊരു ചട്നി ഉണ്ടാക്കാം. ഞാൻ 5-8 വറ്റൽമുളക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാണ്, ചെറു ചൂട് വെള്ളത്തിൽ. അതൊരു തിളച്ച വെള്ളത്തിൽ നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതും കൊണ്ടാണ് ചേർക്കാത്തത്. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയും വറ്റൽമുളകും ഒക്കെ വെള്ളത്തിൽ നല്ല സോക്കായി കുതിർന്ന് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ചെറിയ ജാറിലോട്ട് നമുക്ക് ഈ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളിയിൽ നിന്ന് ഇത്തൊലി ഇങ്ങനെ നമുക്കിങ്ങനെ വിടിച്ചെടുക്കാവേ. ചൂടോടെ ആകുമ്പം നമുക്കത് പെട്ടെന്ന് വിട്ട് കിട്ടും. നമ്മൾ ഇത്തൊലി എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് നമുക്കൊരു 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് കട്ട് ചെയ്തതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്.
ഒന്ന് ചെറുതായിട്ട് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിൻ്റെ ആ പച്ച ചുവപ്പാണ് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ചെറിയ ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ചട്നി വെച്ചു. ഇനി ഇതിലോട്ടൊരു 1/2 സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതിലോട്ടൊരു 1/2 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ വൈറ്റ് വിനീഗർ. നമ്മളിനി ഫ്ലെയിം കുറച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം നമുക്ക് ആ മുളകിൻ്റെയൊക്കെ കുത്തും എല്ലാം മാറി ഉപ്പും വിനാഗിരിയും സോയാ സോസ് കെച്ചപ്പും എല്ലാം കൂടി ഇടുമ്പോൾ നല്ലൊരു ഇതായിട്ട് വരും, യോജിച്ച് വരും, നല്ലൊരു ഫ്ലേവറാണേ. നമ്മുടെ ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരുവേ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മോമോസും ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ഇതെന്താണേലും ഇഷ്ടപ്പെടും. അവരെയും കൂടെ ഒക്കെ കൂട്ടി നമുക്ക് മോമോസ് ഫില്ല് ചെയ്യുകയും ഒക്കെ ചെയ്താൽ അവർക്കും ഒരു സന്തോഷമാകും.